ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പർ എന്ന യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. ഹൗ ഈസ് ന്യൂസ് പേപ്പർ ഹെൽപ്ഫുൾ ടു സ്റ്റുഡൻസ്, ബിസിനസ്മെൻ, പൊളിറ്റീഷ്യൻസ്, കോമൺ മെൻ, സ്പോർട്സ്മാൻ ആൻഡ് സയൻറ്റിസ്റ്റ്? എങ്ങനെയാണ് ന്യൂസ് പേപ്പർ ഈ താഴെ പറയുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത്? Students, newspapers are informative and possess literary value too. They contain articles, commentaries, book reviews, stories, poems, biographies, etc. A good newspaper helps the students to be aware of current issues. ന്യൂസ്പേപ്പറിൽ പലതരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി വാല്യൂ ഉള്ള കാര്യങ്ങളും ന്യൂസ് പേപ്പറിൽ വരാറുണ്ട്. അതായത് പലതരം ആർട്ടിക്കിൾസും പോയംസും ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പലതരം ബുക്കിൻ്റെ റിവ്യൂസും സ്പോർട്സിൻ്റെ ന്യൂസും സയൻസിനായിട്ടുള്ള റിലേറ്റഡ് ന്യൂസും ഒക്കെ ന്യൂസ് പേപ്പർ വായിച്ചാൽ കിട്ടും. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ മുകളിലും നമ്മൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടും. Businessman. The business-related news that appears in newspapers helps the businessman to plan accordingly and increase their profits. They will be able to know the rise and fall in prices of different commodities they deal with. Businessmen also advertise in newspapers to increase their sales and profits. ബിസിനസ്മാൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുക? അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവർ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് എങ്ങനെയാണ്, ഇപ്പോൾ നല്ല മാർക്കറ്റാണോ, ഇനി പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈസ് കുറയാനാണോ പോകുന്നത്, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് സെയിൽസ് പ്ലാൻ ചെയ്യാം, അവരുടെ വിൽപ്പന പ്ലാൻ ചെയ്യാം, അവരുടെ പ്രോഫിറ്റ് ലാഭവും വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ അവർ പലതരം പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റൊക്കെ അവർ ന്യൂസ് പേപ്പറിൽ കൊടുക്കും. അതിലൂടെ ആൾക്കാർക്കൊരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്. Newspaper reports about the various plans and strategies of different political parties. It reports local, national and international news. It helps them to analyze their position compared to others. ന്യൂസ്പേപ്പറിൽ പല പാർട്ടീസിൻ്റെയും പല സ്ട്രാറ്റജീസും പ്ലാൻസും അവർ കണ്ടക്ട് ചെയ്യുന്ന പല പ്രോഗ്രാംസിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വന്തം അയാൾ വർക്ക് ചെയ്യുന്ന ആ പാർട്ടീനെയും വേറൊരു പാർട്ടീനെയും തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ പറ്റും, താരതമ്യം നടത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കോമൺ മെൻ ആണ്. പൊതു സമൂഹത്തിന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ? കോമൺ മെൻ ഗെറ്റ് എ നോ ഹൗ ഓൺ ദി ഇവൻറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് ദി വേൾഡ് ഫ്രം ദി ന്യൂസ് പേപ്പർ. ദർ ആർ ഡിഫറെൻറ്റ് ന്യൂസ് ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്പോർട്സ്, പൊളിറ്റിക്സ് എക്സെട്ര ദാറ്റ് അപ്പീൽസ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറ്റി അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ സ്പോർട്സ് ആവട്ടെ, ബിസിനസ് റിലേറ്റഡ് ന്യൂസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, എല്ലാത്തിനെയും കുറിച്ചുള്ള റിപ്പോർട്ട്സ് നമുക്ക് പേപ്പറിൽ നിന്ന് വായിക്കാൻ കിട്ടും. സ്പോർട്സ്മെൻ, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് സ്പോർട്സ് ന്യൂസ്. സ്പോർട്സ്മെൻ എന്താ അറിയേണ്ടത്? സ്പോർട്സ് റിലേറ്റഡ്, ക്രിക്കറ്റ്, ടെന്നീസ്, അതിൻ്റെയൊക്കെ റിലേറ്റഡ് ന്യൂസാണ് കാണേണ്ടത്. ന്യൂസ് പേപ്പറിൽ എന്ത് കൊടുക്കും? റിപ്പോർട്ട്സ് അനാലിസിസ് ഓഫ് ദി മെയിൻ സ്പോർട്സ് ഇവൻറ്റ് ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് ഫോട്ടോസ് റിലേറ്റിംഗ് ടു ഇറ്റ്. ഓരോ ദിവസം ഇപ്പോൾ ക്രിക്കറ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ആണെങ്കിൽ വേൾഡ് കപ്പിനായിട്ട് റിലേറ്റഡ് ന്യൂസും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫോട്ടോസും ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് സയൻറ്റിസ്റ്റ് ആണ്. ദ വ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ് ക്യാൻ ബി ഈസിലി ഷെയർഡ് ടു ദ പബ്ലിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഇവൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ്. ഈ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യൂസൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ചന്ദ്രയാൻ ദൗത്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ്, ചന്ദ്രയാൻ ദൗത്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ അതിനെപ്പറ്റി പുറമെയുള്ള സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഇവൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ്. ലോകം എമ്പാടും നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഇവൻറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് അറിയാൻ പറ്റും. വൈ ഡു ഫേംസ് അഡ്വർടൈസ് ദെയർ പ്രോഡക്ട്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്? എന്തുകൊണ്ടാണ് വലിയ വലിയ കമ്പനികളൊക്കെ അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുന്നത്? ദ ഫേംസ് അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ടു പോപ്പുലറൈസ് ദെയർ പ്രോഡക്ട്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ദ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് ഹാസ് എ വൈഡ് റീച്ച് ആൻഡ് ഇറ്റ്സ് റിലേറ്റീവ്ലി ചീപ്പ്. പീപ്പിൾ ആർ ടെംപ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ്. അവർ
ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുന്നത് എന്തിനാ? അവരുടെ പ്രോഡക്റ്റിനെ പറ്റി ബാക്കിയുള്ള പൊതുസമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയാണ്. ഓരോ അഡ്വർടൈസ്മെൻറ്റും ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ടി വിയിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റിനേക്കാളും ചിലവ് കുറവാണ്. പക്ഷേ അതിൻ്റെ റീച്ച് എന്ന് പറയുന്നത്, അതെത്തുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗ്രൂപ്പാണ്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കമ്പനിക്കാർ ആ പ്രോഡക്ട്സിനെ പറ്റി അവെയർ ആക്കുകയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് നമുക്ക് മേടിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ, ഒരു പ്രവണത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ദ പ്രസ് ഷുഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഇംപാർഷ്യൽ? എന്തുകൊണ്ടാണ് പ്രിൻറ്റിംഗ് പ്രസ് അല്ലെങ്കിൽ ഒരു മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ ആയിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി ആരോടും കാണിക്കരുത്, ഒരു തരം തിരിവ് കാണിക്കരുത് എന്ന് പറയുന്നത്? The press plays an important role in informing and educating people. It has a wide reach which includes politicians, businessmen, scientists, common man, etc. Everybody rely on newspaper to get the daily news updates. So if they are providing false and partial news, it will mislead the readers and also will be a social crime. എല്ലാവർക്കും വേണ്ട പലതരത്തിലുള്ള ഇൻഫോർമേഷൻ നമ്മൾക്ക് കിട്ടുന്നത് ന്യൂസ് പേപ്പറിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് അറിയില്ല അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അവർ പറയുന്ന ആ കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്രസ്സിനൊരു വൈഡ് റീച്ച് ഉണ്ട്. സാധാരണ ജനങ്ങൾ തൊട്ടിട്ട് പൊളിറ്റീഷ്യൻസും വലിയ വലിയ ബിസിനസ്മാനും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റും ഒക്കെ ഈ പ്രസ്സിൻ്റെ റീച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പ്രസ് തെറ്റായൊരു ഇൻഫോർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? അത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യും. അവർ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ആലോചിച്ചെടുക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും. അപ്പോൾ തെറ്റായ ഇൻഫോർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായാലും അതൊരു സോഷ്യൽ ക്രൈമാണ്, ഒരു കുറ്റം തന്നെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് വരുന്നത്. While reading newspapers, you might have come across very interesting and informative headlines. You may collect some newspaper headlines and examine their important features. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ക്യാച്ചി ആയിട്ടുള്ള നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ ക്യാച്ചി എന്ന് പറയുക. അങ്ങനെ ഹെഡ്ലൈൻസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഹെഡ്ലൈൻസ് കളക്ട് ചെയ്ത് നിങ്ങളോട് ഈ ടേബിളിൽ കൊടുക്കാനാണ് പറയുന്നത്. എന്തൊക്കെ കൊടുക്കണം? Fill in the columns given below. You may use some of the words in brackets. Catchy ആണോ, ഇൻഫോർമേറ്റീവ് ആണോ, ടച്ചിങ് ആണോ, ആക്യുറേറ്റ് ആണോ ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് എഴുതാം. നെയിം ഓഫ് ന്യൂസ് പേപ്പർ എന്താ, ഹെഡ്ലൈൻസ് എന്താ, ഫീച്ചേഴ്സ് എന്താ. ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള എന്താ? ഹെഡ്ലൈൻസ് ഫ്ലാഷ് ഫ്ലഡ് വില്ലേജ് ഐസൊലേറ്റഡ്. പെട്ടെന്നൊരു വെള്ളപ്പൊക്കമുണ്ടായി, ആ ഗ്രാമം ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് അതിൻ്റെ ഫീച്ചർ? ഇൻഫോർമേറ്റീവ് ആണ്, നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദു എഴുതാം, അല്ല മലയാള മനോരമയോ മാതൃഭൂമിയോ ഏത് വേണമെങ്കിൽ എഴുതാം. എക്കണോമിക് ടൈംസ് ആണ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ. നിഫ്റ്റി ആൻഡ് BSE ഷോസ് ഡൗൺവേർഡ് ട്രെൻഡ്. നിഫ്റ്റിയും BSEയും കാണിക്കുന്നത് താഴത്തേക്കുള്ളൊരു ട്രെൻഡാണ്. ന്യൂസ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്? ബിസിനസ് റിലേറ്റഡ് ന്യൂസാണ്. ഹിന്ദുവിൽ കൊടുത്തിട്ടുള്ളത് വാർ എഗെയിൻസ്റ്റ് കോവിഡ് എവരിവെയർ. എല്ലായിടത്തും കോവിഡിനെതിരെയുള്ളൊരു യുദ്ധം നടക്കുകയാണ്. അതെന്താണ്? വേൾഡ് ന്യൂസാണ്. ഹിന്ദുവിൽ തന്നെ വേറെ എന്താ കൊടുത്തിട്ടുള്ളത്? സച്ചിൻ സ്കോർസ് സെഞ്ചുറി. സച്ചിന് 100 കിട്ടി. അത് സ്പോർട്സ് റിലേറ്റഡ് ന്യൂസാണ്. മാതൃഭൂമിയിൽ എന്താണ്? റെഡ് അലേർട്ട് അക്രോസ് കേരള. കേരളം മൊത്തം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ബെസ്റ്റ് കാർസ് ഓഫ് 2020 ഇറങ്ങിയ ഏറ്റവും നല്ല കാറ്. അപ്പോൾ എന്താണ്? അതൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ന്യൂസാണ്. മലയാള മനോരമ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ടച്ചിങ് ആയിട്ടുള്ള ന്യൂസാണ്. Several advertisements are seen in newspapers. We come to know about various products through them. Look at the features of advertisement. നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റും കാണാറുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സാണ് കൊടുക്കുന്നത്. ക്യാച്ചി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന ടൈറ്റിൽ. ഇമോഷണൽ ലാംഗ്വേജ്, നമ്മൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ പിയേഴ്സ് സോപ്പിൻ്റെ പരസ്യത്തിൽ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് എന്തെന്ന് പറയുക? ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയുക. ലിമിറ്റഡ് വേർഡ്സ്, വളരെ കുറവ് വേർഡ്സേ അഡ്വർടൈസ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ദ ലോസ്റ്റ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഓക്കെ,
Second question എന്താ? Imagine that you have an old bicycle. You would like to sell it. Prepare an advertisement to be given in a newspaper. Make use of the hints given below. നിങ്ങൾക്കൊരു പഴയ ബൈസിക്കിൾ വിൽക്കാനുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹ്യൂമർ, നിങ്ങൾക്ക് തമാശ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാം. മെറിറ്റ്സ് ഹൈലൈറ്റഡ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുക. ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം. അപ്രോപ്രിയേറ്റ് ലേ ഔട്ട്, അതിന് പറ്റിയ ലേ ഔട്ട് ആയിരിക്കണം, അതായത് അതിൻ്റെ പ്രസൻറ്റേഷൻ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. വെറൈറ്റി, പിക്ചേഴ്സ്, പെർസേസീവ് ലാംഗ്വേജ്, അതായത് അവരെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെയാണ് എന്തെന്ന് പറയുക? പെർസ്വേസീവ് ലാംഗ്വേജ് എന്ന് പറയുക. അഡ്വാൻസ് ടെക്നോളജി, ഇമോഷണൽ ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ സൈഡിലൊരു ബൈസിക്കിളിൻ്റെ പിക്ചർ വരയ്ക്കുക. എന്നിട്ട് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ബൈസിക്കിൾ ഫോർ സെയിൽ, ഹെർക്കുലീസ് റോഡിയോ A50 മീഡിയം ഇൻ വർക്കിംഗ് കണ്ടീഷൻ ഫോർ സെയിൽ. എന്താണ്? ബൈസിക്കിൾ വിൽക്കാനുണ്ട്, അതിൻ്റെ മോഡൽ ഏതാണെന്ന് എഴുതി, അത് വർക്കിംഗ് കണ്ടീഷനിലാണ്, അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാണ്. ഏത് വർഷത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? May 2019 ആണ്. സിംഗിൾ ഓണർ, അതായത് ഒരാൾ മാത്രമേ ആ ബൈസിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അട്രാക്റ്റീവ്ലി ലോ പ്രൈസ്, അതിൻ്റെ പൈസ എങ്ങനെയാണ്? വളരെ കുറവാണ്. അട്രാക്റ്റീവ് റേറ്റ്സിലാണ് ഞാൻ നിങ്ങൾക്ക് ആ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ഇൻട്രസ്റ്റഡ് പ്ലീസ് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ? എക്സാമിൻ വെദർ യുവർ അഡ്വർടൈസ്മെൻറ്റ് എഗ്രീസ് വിത്ത് എബോവ് ഫീച്ചേഴ്സ്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഈ മുകളിൽ പറഞ്ഞ ഈ പോയിൻറ്റ്സിൽ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മൈ അഡ്വർടൈസ്മെൻറ്റ് ഹാസ് എ പിക്ചർ ഇൻ ഇറ്റ്. നമ്മളൊരു സൈക്കിളിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മെറിറ്റ്സ് ആ അഡ്വർടൈസ്ഡ്, അതിൻ്റെ നല്ല വശങ്ങളൊക്കെ ഞാൻ അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പെർസ്വേസീവ് ലാംഗ്വേജ്, അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിലുള്ളൊരു ലാംഗ്വേജ് ആണ്. എന്താ നമ്മൾ പറഞ്ഞത്? അട്രാക്റ്റീവ്ലി ലോ പ്രൈസസ് എന്ന് പറഞ്ഞു. അപ്പം അവർക്കൊരു പെർസ്വേഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.